നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 17, 18 തീയതികളിൽ മകരം രാശിക്ക്, മകരം ലഗ്നത്തിനും അടിപൊളി ദിവസങ്ങളാണ്. ഡീറ്റെയിലായിട്ട് പറയാം. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് അതിന് പറയാം. അതായത് ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയ പരിപാടികളുണ്ട്, അതും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലഗ്നം, ഈ മകരലഗ്നം ആണോ അല്ലയോ എന്നൊക്കെ നോക്കാൻ അറിഞ്ഞുകൂടാമെങ്കിൽ ദയവേത് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂൺ 17 രാവിലെ 8:13 AM മുതൽ ജൂൺ 19 രാവിലെ 10:06 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. നിരവധി യോഗങ്ങൾ ഘോഷയാത്രയായിട്ടാണ് വരുന്നത്. ഓക്കെ, ഏകദേശം 6 യോഗങ്ങൾ മിനിമം, നല്ല യോഗങ്ങൾ, മോശം യോഗങ്ങളും ഉണ്ട്. എന്നാൽ തന്നെ ഈ 6 യോഗങ്ങൾ അത്യധികം ഗുണാധികമായിട്ട് വരുമ്പോൾ അതിനെയൊക്കെ നമ്മൾക്ക് മറികടന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ആദ്യം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ചൊവ്വ പ്രതികൂലമാണ്, അതായത് 4ാം ഭാവത്തിലാണ് ചൊവ്വ. പക്ഷേ ഒരു കാര്യമുണ്ട്, ചൊവ്വ അവിടെ മേടം രാശിയിൽ സ്വക്ഷേത്രപരവനായിട്ട് രുചക യോഗത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം വരത്തില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹം എന്ന് പറയുമ്പോൾ ചൊവ്വ മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വലിയ കുഴപ്പം ഉണ്ടാക്കത്തില്ല. ഗ്രഹമൊക്കെ ആണ്, എന്നാൽ തന്നെയും വലിയ കുഴപ്പം അത് ചെയ്യത്തില്ല. കാരണം രുചക യോഗത്തോടുകൂടി അതിശക്തമായിട്ട് നിൽക്കുന്നു, അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ശിഖി അഥവാ കേതു നിൽപ്പുണ്ട്, അതും പ്രതികൂലമാണ്. അതിന് ശരിക്കും ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ പൊതുവേ ചാമുണ്ഡി ക്ഷേത്രങ്ങളൊന്നും കൂടുതലില്ല. അതുകൊണ്ട് നമുക്കൊരു ദേവീക്ഷേത്രം, നമുക്ക് ദേവീക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച വഴിപാട് നടത്തുക. അതല്ല, ചാമുണ്ഡി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ നമ്മൾ വഴിപാട് നടത്തുക. എന്തായാലും ഗണപതിക്ക് നമ്മൾ ആദ്യം ഒന്ന് വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, പിന്നെ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. അത് നടത്തിയില്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുക. പിന്നെ പൊതുവിലുള്ള ഭാഗ്യവർദ്ധനവിന് വേണ്ടി നമ്മൾ ഈ ശിവക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ ശിവക്ഷേത്രത്തിൽ തന്നെ പാർവതി കൂടിയുള്ള ശിവക്ഷേത്രമാകുമ്പോൾ നല്ലത്, കൂടുതൽ നല്ലത്, ഉത്തമം. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, യോഗങ്ങളുടെ ഘോഷയാത്രയൊക്കെയാണ്, പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നെങ്കിലേ അത് നേടാനൊക്കെ ഉള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു BMW അല്ലെങ്കിൽ ഒരു ഓഡി അല്ലെങ്കിൽ ഒരു ബെൻസ് കിടപ്പുണ്ട്, ഭാഗ്യമുണ്ട്. പക്ഷേ അതിൻ്റെ താക്കോല് ഈശ്വരൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അതുപോലെ കുറച്ച് അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം, എങ്കിലേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരുള്ളൂ.
അതിന് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. അതെങ്ങനെ? ഞാൻ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 64 വയസ്സുണ്ട്. ഈ 64 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽഡായിട്ട് കുറേ ഉണ്ട് അത് കാര്യങ്ങളൊക്കെ. ഒന്നും രണ്ട് കാര്യങ്ങളൊന്നുമല്ല, നിരവധി കാര്യങ്ങളുണ്ട്. കൃത്യനിഷ്ഠ പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം. പിന്നെ നിരവധി കാര്യങ്ങൾ വേറെയുണ്ട്. അതെല്ലാം കൂടി ഇതിനകത്ത് പറഞ്ഞ് ഞാൻ അപ്പോഴത്തേക്കും ഈ വീഡിയോയുടെ ലെങ്ത് കൂടും, ആൾക്കാരെ സ്കിപ്പ് ചെയ്തങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. ഏകദേശം ഏറ്റവും കുറഞ്ഞ ഒരു 30 മിനിറ്റെങ്കിലും അത് വേണ്ടി വരും. എല്ലാം കൂടെ പറഞ്ഞു തരണമെങ്കിൽ വേണം മിനിമം. ഓക്കെ, അപ്പോൾ അത് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ പരിഹരിക്കാം. പിന്നെ നിരവധി കാര്യങ്ങൾ വേറെയുമുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ഗ്രഹനില, പൊതുവിൽ ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണോ അല്ലയോ, അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഈ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പൂജകളൊന്നും ഞാൻ പറയാറില്ല. മറിച്ച് നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതൊക്കെ മറ്റ് ജ്യോതിഷികളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അതൊക്കെ കൃത്യസമയത്തിന് പ്രാർത്ഥിക്കുക. അത് തന്നെ മന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം മുഴുക്കെ ഇരുന്ന് ചൊല്ലിയാലും തീരാത്ത അത്ര കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് എവിടെയാണ് വീക്ക്നെസ്, എവിടെയാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ, അതിനുള്ള പരിഹാരം, അതിനുള്ള മന്ത്രങ്ങൾ അതൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ഈ വാട്സാപ്പിൽ ബന്ധപ്പെടുക, നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ മഹാദശ, അന്തർദശ അതൊക്കെ അനുകൂലമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ കയറി പിടിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കയറി പിടിക്കുന്നത്. സാധാരണ ജനം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഞാൻ കയറിയും ബലം പിടിക്കും. എനിക്ക് ഈ പറഞ്ഞതൊക്കെ ഞാൻ പണ്ട് ഭയങ്കര കുഴിമടിയനായിരുന്നു. ആ ഓർക്കുക, മടിയന്മാരെ ഈശ്വരൻ സഹായിക്കത്തില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിനകത്തൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഫോൺ നമ്പർ 9847291363. ഓക്കെ, അത് ഒരു നമ്പർ തെറ്റിയാൽ എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. ഏതാണ്ട് ഈശ്വരൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ. നമുക്ക് തോന്നുമ്പോഴല്ല ഈശ്വരനെ വിളിക്കേണ്ടത്, മറിച്ച് ഈശ്വരൻ്റെ അപ്പോയിൻമെൻ്റ് ഒരു സമയമുണ്ട്, ആ സമയത്താണ് വിളിക്കേണ്ടത്. അത് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പറഞ്ഞുതരാം. എനിവേ, ഇവിടെ നിരവധി നേട്ടങ്ങളങ്ങ് പറ കിടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് 7ാം ഭാവത്തിൽ, നിങ്ങളുടെ 7ാം ഭാവത്തിൽ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം, ശുഭഗ്രഹങ്ങൾ 3 അതിശക്തമായിട്ട് നിൽക്കുകയാണ്. 3 യോഗങ്ങളോടുകൂടി: ഹംസയോഗം, ഗജകേസരി യോഗം, ഗുരുശുക്രയോഗം. ഓക്കെ, അപ്പോൾ ഇത് 7ാം ഭാവത്തിൽ, 7ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ജീവിത പങ്കാളി, ഓപ്പോസിറ്റ് സെക്സ്, അതാണ് സൂചിപ്പിക്കുന്നത്. പ്രണയ സാഫല്യമുണ്ടാവും, ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടങ്ങളുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്. ചുരുക്കത്തെ അടിപൊളി സമയമാണ് മകരം രാശിക്ക്. ശനിയും വ്യാഴവും ഒരേ സമയം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാശിയെ ഈ 12 രാശിക്കാരുള്ളൂ, അത് മകരം രാശിയാണ്. അപ്പോൾ നിങ്ങൾ ഈ അവസരം നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം നിങ്ങൾ ഈ അവസരം മുതലാക്കുക, യൂട്ടിലൈസ് ചെയ്യുക.
പിന്നൊരു സമയം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ശനിയും വ്യാഴവും ഒരേപോലെ അനുകൂലമായിട്ട് വരുന്ന ഒരേ ഒരു രാശി ഇത് മാത്രമാണ്, മകരം രാശിയാണ്. ഓക്കെ, ബാക്കിയുള്ള രാശിക്കാർക്ക് ഒന്നുകിൽ ശനി ദോഷമായിരിക്കും, അല്ലെങ്കിൽ വ്യാഴം ദോഷമായിരിക്കും, അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും തരുന്നത്. പക്ഷേ ഇവിടെ രണ്ടും ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ സൂര്യനും ബുധനും ചന്ദ്രനും കൂടി ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നു. 5 ഗ്രഹങ്ങളെ ഡയറക്റ്റായിട്ട് അനുകൂലമുള്ളൂ, ശരി. പക്ഷേ 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. മൊത്തത്തിൽ അതിശക്തങ്ങളായ ഗ്രഹങ്ങളെല്ലാം തന്നെ ഒരേ സമയം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഒന്നൊന്നര ഭാഗ്യമാണ് മകരരാശിക്കാർക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങളുടെ ഈ എന്താ പറയുക, മഹാദശാന്തരദശയൊക്കെ അനുകൂലമാണോ? ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻ്റ് എല്ലാം കറക്റ്റാണോ? അങ്ങനെയൊക്കെ നോക്കി ശരിയായ രീതിയിൽ പേഴ്സണൽ നിങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള ജാതക വിശകലനം നടത്തി അതിൻ്റെ പരിഹാരങ്ങൾ ഒരൊറ്റ രൂപ ചിലവില്ലാത്ത രീതിയിലും നമ്മൾ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് ഈ മകര രാശിക്കാരുടെ ഇപ്പോഴത്തെ ഈ അത്യധികം ഗുണാധിക്യമുള്ള 17-18 തീയതികളിലെ ഗുണഫലങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവം, വിവേകപൂർവം, കൗശലപൂർവം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇതുപോലൊരു അവസ്ഥ ഇനി ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, ഇത് കറങ്ങി തിരിഞ്ഞ് വരണമെങ്കിൽ ഒരുപാട് കാലം വരും. എന്താണ്ട് ഇപ്പോൾ മീനം രാശിയിലാണ് ശനി നിൽക്കുന്നത്, കർക്കിടക രാശിയിൽ വ്യാഴവും. ഓക്കെ, ഇതിങ്ങനെ കറങ്ങി വരണം. 1, 2, 3, 4, 5, 6, 7, 8 ഏതാണ്ട് 9 വർഷം കഴിയണം ഇനിയും ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ടും ഒരുമിച്ച് അനുകൂലമായിട്ടൊക്കെ വരണമെങ്കിൽ കുറേ കാലം പിടിക്കും. 9 കൊല്ലമൊന്നുമല്ല, അത് കറക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട്. എനിവേ ഏതാണ്ട് 12 വർഷമെങ്കിലും മിനിമം എടുക്കും വ്യാഴവട്ടം. ഓക്കെ, മിനിമം. ഓക്കെ, അപ്പോൾ അതൊക്കെ എല്ലാം ഒത്തുവരണം. അത് എപ്പോഴും ഒത്തു കിട്ടത്തില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ടും മകര രാശിക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഈ അവസരം കളഞ്ഞു കുളിക്കരുത്. ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗിക്കണം, മുതലാക്കണമെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങൾ ഞാൻ 7ാം ഭാവത്തിലെ കാര്യം പറഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ 6ാം ഭാവത്തിൽ സൂര്യനും ബുധനും കൂടെ നിപുണയോഗത്തോടുകൂടി നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് അനുകൂലമാണ്. അതായത് മകരം രാശിക്ക് ഈ മിഥുനമാസം മുഴുവൻ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ പിതൃഗുണം, സന്താന നേട്ടം, ഇതാണ് ഞാൻ ഈ ദിനഫലങ്ങളെ ചുരുക്കി പറയുന്നത്. അതൊന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. തൊഴിൽപരമായിട്ടുള്ള ഗുണമെന്ന് പറയുമ്പോൾ എന്താണ്? തൊഴിൽ തേടി നടക്കുന്ന യുവാക്കൾക്ക് നല്ലൊരു തൊഴിൽ കിട്ടും. ഓക്കെ, അതുകൂടാതെ ഇപ്പോൾ ജോലിയുള്ളവർക്ക് ശമ്പള വർധനമുണ്ടാവാം. അതല്ലെങ്കിൽ പുതിയൊരു ജോലി കൂടുതൽ ശമ്പളത്തോടു കൂടി കൂടുതലടുത്ത് ലഭിക്കും. അതല്ലെങ്കിൽ വീടിനടുത്തേക്ക് ഇപ്പോഴുള്ള തൊഴിൽ തന്നെ സ്ഥലം മാറ്റം കിട്ടും, വീടിനടുത്തേക്ക്, കൂടുതലടുത്തേക്ക്. ഓക്കെ, അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. ഓക്കെ, അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലയിലുള്ള ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി വളരെയധികം പ്രവർത്തകരുമായിട്ട് കൂടുതൽ രമ്യതയോടെ നിങ്ങൾക്ക് ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് തന്നെ
എന്തെങ്കിലും തരത്തിലുള്ള ശത്രുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെ അവരെയൊക്കെ ഒന്ന് ഒതുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കാര്യം 6ാം ഭാവം സൂചിപ്പിക്കുന്ന പ്രധാനമായിട്ടും ഇതാണ്, എന്താ പറയുക, നമ്മുടെ ശത്രു വിജയം, അതാണ് പ്രധാനമായിട്ട് കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും ബുധൻ അവിടെ നമ്മുടെ ഭദ്രയോഗത്തോടു കൂടി ഇരിക്കുകയാണ് സുക്ഷേത്രപരമായിട്ട്. അതുകൊണ്ട് ഈ പഠിക്കുന്ന ആൾക്കാർക്ക്, കുട്ടികൾക്കല്ല ഇച്ചിരി മുതിർന്നവർക്കും പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാവും. ഓക്കെ. പിന്നെ നമുക്കിവിടെ ശനി അനുകൂലമാണ്, 3ാം ഭാവത്തിൽ അനുകൂലമാണ്. 3ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? കുടുംബം, മനസ്സ്, സഹോദരന്മാർ, അതുപോലെ സുഹൃത്തുക്കൾ. ഓക്കെ. അപ്പോൾ കുടുംബജീവിതം സമാധാനപരമാവും. അതുമാത്രമല്ല, നിങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടന്നു നീങ്ങുന്ന പാതയിൽ, നിങ്ങൾ നടന്നു നീങ്ങുന്ന വഴിത്താരയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും വഴിമാറിത്തരും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് മാത്രമായി സൂര്യനുദിക്കും, നിങ്ങൾക്ക് മാത്രമായി ചന്ദ്രൻ നിലാവ് പൊഴിക്കും. വസന്തം നിങ്ങൾക്ക് വേണ്ടി മാത്രമായി പൂവുകൾ ചൊരിയും. പൂവുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി വിടർന്ന് പരിലസിക്കും, പരിമളം പൊഴിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി പക്ഷികൾ ഗാനങ്ങൾ ആലപിക്കും. അത് നിങ്ങളുടെ കാലമാണ്. ഇത് ഈ 12 രാശിക്കാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അത് ഞാൻ എടുത്തു പറയുന്നു. ഈ അവസരം കളഞ്ഞു കുളിക്കരുത്. നേട്ടങ്ങൾ കൊയ്യാനുള്ള സമയമാണ്. അപ്പോൾ നോക്കുക, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ഭാഗ്യമൊന്നും കിട്ടത്തില്ല. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളൊന്നും തന്നെ കിട്ടത്തില്ല. കിട്ടുമായിരിക്കും, അത് വല്ല വയസ്സാം കാലത്ത് വല്ലതായിരിക്കും. അതൊക്കെ ആ കാലത്ത് കിട്ടിയാൽ മതി. നമുക്ക് ഇപ്പം കിട്ടണം അല്ലേ? എല്ലാവർക്കും അത് തന്നെ. ഭാഗ്യങ്ങളും നേട്ടങ്ങളും എല്ലാം ഉടനടി കിട്ടണമെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ പറ്റത്തുള്ളൂ. അതെങ്ങനെയെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയതാ. ഇപ്പം തന്നെ 17 മിനിറ്റായി. ഓക്കെ. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൻ്റെ ഏകദേശം പ്രധാനപ്പെട്ട നേട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എങ്ങനെ നേട്ടങ്ങൾ കൊയ്യാം. അതായത് എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വലിയ പൂജകളൊന്നും ഞാൻ പറയാറില്ല. കാരണം അത് പ്രയോജനം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. നേട്ടങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. നല്ല തിരുമാനിമാരെ കൊണ്ട് നല്ല പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രയോജനം ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ അത് 2-3 മാസം അല്ലെങ്കിൽ 4-5 മാസം കഴിയുമ്പോൾ അത് പിന്നെ പഴയ പടിയാവും. അതിനെക്കാട്ടിലും നമ്മൾ ഈ പറഞ്ഞ പ്രായോഗികമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം ജീവിതത്തിൽ അച്ചടക്കം പാലിച്ചേ വെക്കുകയുള്ളൂ. പട്ടാള ചിട്ടയോടെ ജീവിച്ചേ വെക്കുകയുള്ളൂ. ഓക്കെ. മടിയന്മാരെ ഒന്നും ദൈവം സഹായിക്കാൻ പോകുന്നില്ല, ഉറപ്പിച്ച് പറയാതെ. കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമ്മൾ പുറകിലായി പോകരുത്. ഓരോരുത്തരൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നത് എപ്പോഴാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാര്യം വീഡിയോ ഒന്ന് നീണ്ടുപോകും. ഇപ്പോൾ തന്നെ 19 മിനിറ്റായി. അതുകൊണ്ട് മാത്രം പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ ഇനിയും ഉണ്ട്. പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. ഓക്കെ. 64 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വ്യക്തിപരമായിട്ട് നിങ്ങൾ വാട്സാപ്പിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 1, 2, 3 മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് 64 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും
സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.